വേനലവധി അവസാനിച്ച് നമ്മുടെ മക്കൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അവസാനഘട്ട ഒരുക്കത്തിലാണ് അവരെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുവാൻ രക്ഷിതാക്കളും അവരെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് അധ്യാപകരുമൊക്കെയുള്ളത്. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക എന്നത് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്നാൽ എന്തിനാണ് വിദ്യാഭ്യാസം നൽകുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും പല ആളുകൾക്കുമുള്ള മറുപടി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാവി ജീവിതം അവർക്ക് കിട്ടണ്ടേ, നല്ല ഉന്നത നിലവാരത്തിൽ അവർ ജീവിക്കണ്ടേ. ശരിയാണ് ഉത്തരമൊക്കെ. നല്ലൊരു ഭാവി ജീവിതം അവർക്ക് കിട്ടണം, നല്ല ജോലി കിട്ടണം, നല്ല ഉന്നതമായ നിലവാരത്തിൽ അവർ ജീവിക്കണം, എല്ലാം ശരിയാണ്. പക്ഷേ ആ ഒരു ലക്ഷ്യം കൊണ്ട് മാത്രം എല്ലാം ആകുമോ? വലിയ അധ്വാനമാണല്ലോ നമ്മൾ അതിന്റെ പിന്നിൽ നിർവഹിക്കുന്നത്. 20 മുതൽ 25 വർഷം വരെ ഒരു കുട്ടിക്ക് പിന്നെ ചെറുപ്പം മുതൽ അങ്ങോട്ട് വിദ്യാഭ്യാസം കൊടുത്ത് അവൻ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കും ഒരു 1/4 നൂറ്റാണ്ടോളം കഴിയാണ്. അത്രയും കാലം നമ്മൾ കാത്തിരിക്കുന്നു, അത്രയും കാലം നമ്മൾ വലിയ അധ്വാനത്തിലാണ്. എന്തിനാണ് ഇതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പറയാനുണ്ടാകുന്ന കാരണങ്ങൾ എന്നുള്ളത് കേവലം ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഭൗതികപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മാത്രമാണ്. അല്ലാഹു പറഞ്ഞത്ര ക്ലിയർ ആണ്. നിങ്ങൾ ഐഹിക ലോകത്തിന് മാത്രം പ്രാമുഖ്യം കൊടുക്കുന്നവരാണ്. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ എന്ന് എപ്പോഴും കേൾക്കുന്ന ആ ഒരു വാചകത്തെ പലപ്പോഴും വിശ്വാസികൾ പോലും മറക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മക്കൾ വലുതായി നല്ല പണമുള്ളവരായി എന്നുള്ളത് കൊണ്ട് അവർ നന്നാകും. പണം ഒരുപാട് കൈകളിലേക്ക് വന്നു എന്നതുകൊണ്ട് മാത്രം മാതാപിതാക്കൾക്ക് സമാധാനം ഉണ്ടാകുമോ? മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്നും കിട്ടേണ്ട അവകാശങ്ങളെല്ലാം കിട്ടുമോ? നല്ല സമൂഹത്തിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന നല്ല മക്കൾ, കുറച്ച് പണമുള്ള ആളുകൾ അടുത്തൊരു തലമുറയിൽ വന്നു എന്നുകൊണ്ട് മാത്രം സാധ്യമാകുമോ? ഒരിക്കലും ഇല്ല എന്നുള്ളത് പകൽ വെളിച്ചം പോലെ സത്യമാണ്. പലപ്പോഴും വലിയ സങ്കടം തോന്നുന്ന കാര്യം എന്താണെന്നറിയോ? ഉന്നതമായ റാങ്കൊക്കെ കിട്ടി അല്ലെങ്കിൽ ആ നിലക്ക് ഉന്നതമായ ഭൗതിക പൊസിഷനിൽ എത്തുമ്പോഴും മതപരമായിക്കൊണ്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചോദിച്ചാൽ പോലും അറിയാത്ത ആളുകളുണ്ട്. ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ് എന്നൊക്കെയാണ് സമൂഹം അവരെ കുറിച്ച് പറയുക. സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ പോലും അറിയാത്ത മനുഷ്യന്മാരുണ്ട്. PhD കാരാണല്ലോ അല്ലേ? സ്വന്തം ഉപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാൽ നീ നിർവഹിക്കേണ്ട, അവർക്ക് വേണ്ടി അവസാനം ചൊല്ലിപ്പറയേണ്ട മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനയൊന്ന് അറിയുമോ നിനക്ക്? നീ ഒരുപാട് പഠിച്ച ആളല്ലേ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അറിയാത്ത അവസ്ഥയുണ്ട് എങ്കിൽ വല്ലാത്ത കഷ്ടമാണ്. ഉന്നതമായ റാങ്കുണ്ട്, വലിയ ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. ഒരാളോട് ഒന്ന് പെരുമാറുന്നതിന്റെ അടിസ്ഥാന അറിവ് പോലും ഇല്ലാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം എല്ലാം നേടാനാകുമെന്ന ഒരു മോഹം നമുക്കാർക്കും വേണ്ട. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വിശ്വാസികൾ എപ്പോഴും മുൻപന്തിൽ തന്നെ നിൽക്കണം, യാതൊരുവിധ തർക്കവുമില്ല. ഇന്ന് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതികപരമായിക്കൊണ്ടുള്ള ഒരുപാട് ശാസ്ത്ര ശാഖകളുടെ ഉപജ്ഞാതാക്കളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും മുസ്ലിം നാമധാരികളെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ അല്ലെങ്കിൽ ഇസ്ലാം ഒരിക്കലും ഭൗതിക വിദ്യാഭ്യാസത്തെ എതിർത്തിട്ടില്ല. അതിലെല്ലാം മുൻപന്തിയിൽ നിൽക്കണം. ഉന്നതമായ ജോലി വിശ്വാസികൾ തന്നെയാണ് കിട്ടേണ്ടത്. എല്ലാ ഉന്നതമായ തസ്കിതകളിലും വിശ്വാസികളാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ മതമൂല്യമുള്ള വിശ്വാസികൾ വരണം. എല്ലായിടങ്ങളിലും നല്ല ഉന്നതമായ തസ്കിതകളിൽ റഹ്മാനായ റബ്ബിനെ കുറിച്ച് പേടിയുള്ള, അള്ളാന്റെ റസൂലിന്റെ ജീവിതക്രമം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന, സഹജീവികളെ കുറിച്ചും സഹപാഠികളെ കുറിച്ചും സഹപ്രവർത്തകരെ കുറിച്ചും എല്ലാവരെ കുറിച്ചുമുള്ള ബോധ്യമുള്ള, പടപ്പിനോടും പടച്ചോനോടുമുള്ള ബാധ്യതകൾ ശരിയാവണ്ണം തിരിച്ചറിയുന്ന നല്ല നല്ല ആളുകൾ വരണം. നല്ല നല്ല എഞ്ചിനീയർമാർ വരണം, നല്ല നല്ല ഡോക്ടർമാർ വരണം, നല്ല നല്ല ഭൗതിക രംഗത്തെ ഉന്നതങ്ങളായ ഇടങ്ങളിലെല്ലാം ഈ മൂല്യമുള്ള ആളുകൾ വരണം. അത് നമ്മുടെ മക്കളിൽ നിന്നുണ്ടാകുമോ? അവിടെയാണ് വിശ്വാസികൾ ചിന്തിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടും വേണം. 2 കണ്ണും ഉണ്ടെങ്കിലാണ് പരിപൂർണമായ കാഴ്ച ഉണ്ടാകുള്ളൂ. 2 ചിറകുമുള്ള ഒരു പക്ഷിക്ക് മാത്രമാണ് ഉയരത്തിൽ പറക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് 2 ലോകത്തെക്കുറിച്ചുള്ള അറിവും സഹോദരങ്ങളെ ഉണ്ടാകണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ മഹാഭൂരിഭാഗം വരുന്ന ആളുകളും ഭൗതികപരമായ അറിവിന് മാത്രം പ്രാമുഖ്യം കൊടുക്കുന്ന സാഹചര്യം ഉണ്ട് എന്നൊരു സത്യമാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വല്ലാത്തൊരു വാക്കുണ്ട്, നമ്മളൊക്കെ ശരിക്കും കേൾക്കേണ്ട വാക്കാണ്. الناس محتاجون إلى العلم أكثر من احتياجهم إلى الطعام والشراب. മനുഷ്യന്മാർക്ക് ഭക്ഷണവും പാനീയവും എത്രത്തോളം ആവശ്യമാണോ
അതിനേക്കാൾ വലിയ ആവശ്യം യഥാർത്ഥത്തിൽ മതപരമായ അറിവിനാണ് എന്നാണ്. കാരണം എന്താ അദ്ദേഹം പറഞ്ഞു, ലിഅന്ന തുആമ വശറാബ യഹ്താജു ഇലൈഹി ഫിൽ യൗമി മററതൻ ഔ മററതൈൻ. കാരണം ഒരു ദിവസത്തിൽ 1-2 നേരം മതിയോ നമുക്ക് ഭക്ഷണം. കുറച്ച് ഇടവിട്ട് മാത്രം വെള്ളം കുടിച്ചാൽ മതിയാകും. പക്ഷെ അറിവോ? അദ്ദേഹം പറഞ്ഞു വൽ ഇൽമു യഹ്താജു ഇലൈഹി ബിഅദദിൽ അൻഫാസ്. നാം ശ്വാസം എടുക്കുന്ന എത്ര തവണ നമ്മൾ ശ്വാസം എടുത്ത് വിടുന്നുണ്ടോ അത്രത്തോളം തവണ നമുക്ക് ഇൽമുണ്ടാകണം എന്നുള്ളതാണ്. കാരണം നാം ഒരു ദിവസം ജീവിക്കുമ്പോൾ എത്ര മണിക്കൂറുകൾ ജീവിക്കുന്നുവോ, നാം എന്തൊരു കാര്യം പറയുന്നുവോ, എന്തൊരു കാര്യം ചെയ്യുന്നുവോ, എന്തൊരു കാര്യം നിർവഹിക്കുന്നുവോ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം എന്നുള്ളതാണ്. അതിനെന്ത് വേണം? അതിന് അറിവ് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ സ്നേഹത്തോടു കൂടെ ഉണർത്താനുള്ളത് എന്താണെന്നറിയോ? നമ്മളോടൊക്കെ നമ്മളെ റബ്ബ് പറഞ്ഞൊരു വാക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടായത്താണ്. എന്താ? രക്ഷിതാക്കളോട് വിശ്വാസികളോട് പൊതുവെ പറയാണ്, വിശ്വാസികളെ നിങ്ങളെ തടി മാത്രമല്ല കേട്ടോ, നിങ്ങളെ തടി മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ തടി കൂടെ അവരും കൂടെ ആ കത്തി ജ്വലിക്കുന്ന നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. അതെങ്ങനെ കഴിയുക? നമ്മളെ മക്കൾ അള്ളാഹിനെ കുറിച്ച് പഠിക്കണം, എങ്കിലേ കഴിയൂ. നമ്മുടെ മക്കൾ അള്ളാഹിന്റെ റസൂലിന്റെ പിൻപറ്റുന്ന ആളുകളാകണം, എങ്കിലേ കഴിയൂ. നമ്മുടെ മക്കൾ കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാകണം, എങ്കിലേ കഴിയൂ. നിർബന്ധവും ഐച്ഛികവുമായ കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ഒരു തപ്പും തടവും ഉണ്ടാകാൻ പാടില്ല. നിസ്കാരത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ, നിസ്കാരത്തിന്റെ അധികാരങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ, അതിന് ചൊല്ലിപ്പറയേണ്ട കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ വാചാലനാകുന്ന മക്കളെ ചൂണ്ടിക്കാണിച്ച് അഭിമാനം കൊള്ളുന്ന രക്ഷിതാക്കളെ മതപരമായ ആംഗിളിലൂടെ നോക്കിയിട്ട് ഒരു അഭിമാനം കൊള്ളാൻ നമുക്ക് കഴിയുമോ? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. സഹജീവികളോടുള്ള ബാധ്യതകൾ പഠിച്ചെടുത്തവനാകണം നമ്മുടെ മക്കൾ, എങ്കിലേ ആ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നമ്മുടെ മക്കൾ രക്ഷപ്പെടുകയുള്ളൂ. അതിനെല്ലാം വേണ്ടതാണ് സുഹൃത്തുക്കളെ അറിവ് എന്ന് പറയുന്നത്. മതപരമായ അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ മക്കൾക്ക് ചെറുപ്പം മുതൽ കിട്ടിയാൽ അത് ലഭിക്കുമെന്നതാണ് സത്യം. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമ. അല്ലാഹ് പറയാ, പടച്ചോനെ പേടി ആർക്കറിയോ? ആർക്കാ റഹ്മാനായ റബ്ബിനെ കുറിച്ച് പേടിയുണ്ടാകുക? അറിവുള്ളവർക്കാണ്. ആർക്കാ നരകത്തെ കുറിച്ച് പേടിയുണ്ടാകുക? നരകത്തെ കുറിച്ച് ശരിക്ക് മനസ്സിലാക്കിയവർക്കാണ്. അള്ളാന്റെ റസൂൽ നരകത്തെ കണ്ടിട്ടാണ് വന്നത്. അതുകൊണ്ടാ പറഞ്ഞത്, ലൗ റഅയ്തും മാ റഅയ്തു. കൂട്ടരെ, ഞാൻ കണ്ടതെങ്ങാ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ലളഹിത്തും ഖലീല, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുള്ളൂ. വല ബക്കൈതും കസീറ, നിങ്ങൾ ധാരാളമായി കൊണ്ട് കരയുന്നതാണ്. അതൊരറിവാണ്. നമുക്ക് കിട്ടാത്തൊരു അറിവ് അള്ളാഹുവിന്റെ റസൂലിന് കിട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ബോധം ഉള്ളിടത്തോളം സമയം നമുക്ക് ബേജാറുണ്ടാവില്ല. ഇപ്പൊ നമുക്ക് ഭയങ്കര ആശങ്കയാണ്, നമ്മുടെ കുട്ടികൾ എന്താകും, വളർന്നു വരുന്ന അടുത്ത തലമുറ നമ്മുടെ കുട്ടികൾ എങ്ങനെ ജീവിക്കുക, അല്ലേ? വല്ലാത്ത പേടിയാണ്. കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പേടി. നമ്മൾ ആലോചിക്കേണ്ട എന്താണെന്നറിയോ? നമ്മൾ ആ മക്കൾക്ക് ചെറുപ്രായം മുതൽ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നമ്മൾ എടുക്കേണ്ട ഒരു പണി ഉണ്ടാകുന്നല്ലോ. നമ്മുടെ കയ്യിൽ പടച്ചോൻ ഇങ്ങനെ ശുദ്ധ പ്രകൃതിയിൽ ഏൽപ്പിച്ചൊരു മക്കളല്ലേ ഈ ഇങ്ങനെ വളർന്ന് വലുതായി ഓരോ കോഴ്സിനും മറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. 20-25 വയസ്സ് കാണുന്ന സമയത്താണ് ഭയങ്കര പേടിയാണ് ഓരോ ആളുകളെ കാണുമ്പോഴും. എന്താ? അത്രമാത്രം മോശമായ പ്രവർത്തനങ്ങളും ചെയ്തികളും രൂപങ്ങളൊക്കെ പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ കാണുമ്പോൾ വല്ലാത്ത ബേജാറാണ്. സഹോദരങ്ങളെ, ആ മക്കൾക്ക് നിലവിൽ പ്രതികളായി നമ്മൾ ചേർത്തി പറയുന്ന ആ മക്കളുടെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോ, ആ മക്കൾ മദ്രസയിൽ പോയിട്ടുണ്ടോ? ആ മക്കൾക്ക് കിട്ടേണ്ട പ്രായത്തിൽ പടച്ചോനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നിടത്ത് ആ ഉമ്മാക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഉപ്പാക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുഞ്ഞുനാൾ മുതൽ ചില കാര്യങ്ങൾ നമ്മൾ ബോധപൂർവം പ്ലാൻ ചെയ്യണം. ഇന്ന് സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് ഏറെയാണ്. റഹ്മാനായ റബ്ബിനെ കുറിച്ച് നമ്മുടെ മക്കളുടെ മനസ്സിൽ ഇളം പ്രായം മുതൽ സന്നിവേശിപ്പിക്കുവാൻ കല്ലിൽ കൊത്തിവെച്ചതുപോലെ അള്ളാഹിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നല്ല സ്വഭാവങ്ങളെക്കുറിച്ചും പെരുമാറ്റങ്ങളെക്കുറിച്ചും ദീനിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളെക്കുറിച്ചും അവരുടെ മനസ്സിൽ കൊത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ മദ്രസ സംവിധാനങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ളത്. നമ്മുടെ മക്കൾ മദ്രസയിലേക്ക് വരുന്ന സമയത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹിന്റെ റസൂൽ പ്രത്യേകം പ്രാർത്ഥിച്ച സമയമാണ് രാവിലെ എന്നുള്ളത്, അല്ലെ? അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിന്
അവർ പ്രഭാതത്തിൽ ചെയ്യുന്ന ഏത് കർമ്മങ്ങൾക്കും നീ ബറക്കത്ത് കൊടുക്കണേ എന്നാണ്. നല്ലൊരു ബറക്കത്തുള്ള സമയത്താണ് നമ്മുടെ മക്കൾ. എന്തു കൊടുത്താലും പതിഞ്ഞിരിക്കാൻ മാത്രം കഴിവുള്ള ഒരു കളങ്കവുമേൽക്കാത്ത ശുദ്ധപ്രകൃതിക്കാരായ നമ്മുടെ മക്കളുടെ മനസ്സിൽ ആ ഒരു സമയമാണ് നമ്മൾ മദ്രസയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. അവർ അവിടെ വരുന്നു, അള്ളാഹിനെ കുറിച്ച് കേൾക്കുന്നു, പഠിക്കുന്നു, അറിയുന്നു. ദീനിന്റെ ആനന്ദം, ദീനിന്റെ സുഗന്ധം, ദീനിന്റെ മാധുര്യം ചെറുപ്രായം മുതൽ അവർ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവിടങ്ങളിൽ നമ്മുടെ മക്കളുണ്ടോ? നമ്മുടെ മക്കളെ അതിലേക്ക് പറഞ്ഞയച്ചത് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? ഒരു കല്യാണത്തിന് പോകുമ്പോ എന്റെ കുട്ടി എവിടെ പഠിക്കണേ, മദ്രസയ്ക്ക് പോണില്ലേ എന്ന 4 ചോദ്യശകലങ്ങൾക്ക് മുൻപ് ഞാൻ വീർപ്പ് മുട്ടിപ്പോകുമോ, ഞാൻ കുടുങ്ങിപ്പോകുമോ എന്ന് കരുതിയിട്ടാണോ നാം നമ്മുടെ മക്കളെ പറഞ്ഞയച്ചത്? എങ്കിൽ നടക്കൂല. നല്ല നീയത്തോടുകൂടെ പറഞ്ഞയക്കാൻ നമുക്ക് കഴിയുമോ? സഹോദരങ്ങളെ, ഇസ്ലാമിക് പ്രീ സ്കൂളുകൾ, അൽഹംദുലില്ലാഹ്, സ്കൂൾ ഓഫ് ഖുർആൻ പോലെയുള്ള സംഗതികളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ മക്കളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണമെന്നറിയോ? കുഞ്ഞു പ്രായത്തിൽ തന്നെ അൽഹംദുലില്ലാഹ് അവർ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട അദ്കാറുകൾ പഠിക്കുന്നു. വിശുദ്ധ ഖുർആൻ മനോഹരമായി കൊണ്ട് ഓതാൻ പഠിക്കുന്നു. ഉമ്മാനി വാപ്പാനി കുറിച്ചിട്ടുള്ള കൃത്യമായ ചിത്രങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. നമുക്ക് പോലും അറിയാത്ത അറിവിന്റെ വാതായനങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പാറിപ്പറക്കാൻ മാത്രമല്ല, നല്ല സിലബസുകൾ ഫോളോ ചെയ്ത് സംഘടിപ്പിക്കുന്ന ഒരുപാട് പ്രീ സ്കൂൾ സംവിധാനങ്ങൾ നമ്മുടെ മൂക്കിന് താഴെയുണ്ട്, കയ്യെത്തും ദൂരത്തുണ്ട്. നമ്മുടെ മക്കൾ അവിടെയുണ്ടോ? ആത്മാർത്ഥമായി കൊണ്ട് മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ, അടിസ്ഥാനപരമായ അറിവുകളൊക്കെ ഈ പറയപ്പെട്ട കാര്യങ്ങളിലൂടെ നമുക്ക് നിർവഹിക്കാൻ കഴിയും. മദ്രസയിലേക്ക് വിട്ടാൽ എല്ലാം കഴിഞ്ഞു എന്ന് ആരും കരുതേണ്ടതില്ല. പല ആളുകൾ അങ്ങനെ അവർ 5 വരെ ഞാൻ മദ്രസ പഠിപ്പിച്ചതാ പറച്ചിൽ കേട്ട ഒരു വലിയൊരു സംഭവം. 5 വർഷം ദാ കണ്ണും ചിമ്പി തുറക്കുമ്പോഴേക്കും പോകും. അത് മാത്രം പോരാ, നമ്മുടെ മക്കൾ പിന്നെയും പഠിക്കണം. അതിനാണ് CRE പോലെയുള്ള സംവിധാനങ്ങൾ, അല്ലേ? എല്ലാ ഖുതുബ കഴിഞ്ഞിട്ട് ഇവിടെ അനൗൺസ്മെന്റ് നമ്മൾ കേൾക്കുന്നില്ലേ? തുടർ മതപഠന സംവിധാനമാണ്. ഒരുപാട് സമയമൊന്നുമില്ല, ആഴ്ചയിൽ ഒരു മണിക്കൂർ. നമ്മുടെ കുട്ടികൾ അവിടെ ഉണ്ടോ? ആത്മാർത്ഥമായിക്കൊണ്ട് ചെക്ക് ചെയ്യാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനും കഴിഞ്ഞ് ആ പ്രായം കഴിഞ്ഞ് കുറച്ചൊന്ന് പക്വതയിലെത്തുമ്പോ നമ്മുടെ മക്കൾ ആഴത്തിൽ മതം പഠിച്ചാൽ അൽഹംദുലില്ലാഹ് നമുക്കാണ് നല്ലത്, നമ്മുടെ ഖബറിനാണത് നല്ലത്. അതിനും സംവിധാനങ്ങളില്ലേ നമുക്ക്? ജാമിഅ ഹിന്ദ് പോലെയുള്ള മഹത്തരമായ സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ അൽഹംദുലില്ലാഹ് ദീന് ആഴത്തിൽ പഠിക്കാൻ സംവിധാനങ്ങളുണ്ട്. അല്ല തന്നു നമുക്ക് മക്കൾ 1, 2, 3 ഒക്കെ. ഒരാളെയെങ്കിലും, ഒരു കുട്ടിയെങ്കിലും എനിക്ക് റബ്ബ് നൽകിയ എന്റെ മക്കളുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും അള്ളാന്റെ ദീനെന്ന് ആഴത്തിൽ പഠിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ ദീനി രംഗത്ത് തിളങ്ങി നിൽക്കുന്ന, എല്ലാ നന്മകളുടെയും മുൻപിൽ നിന്ന് നയിക്കുന്ന ഒരു പണ്ഡിതനുണ്ടായി വരട്ടെ എന്ന് ഈ ഇരിക്കുന്ന രക്ഷിതാക്കൾ എത്ര പേർക്ക് ആലോചിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം സഹോദരങ്ങളെ. അങ്ങോട്ടേക്ക് വിട്ടവർക്കൊക്കെ അൽഹംദുലില്ലാഹ് സന്തോഷിക്കാം. നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് ആത്മാർത്ഥമായി കൊണ്ട് ശ്രദ്ധിക്കണം. ഒരുപാട് ആളുകൾക്ക് ആ മകൾ വഴികാട്ടിയാകുമ്പോൾ അതിനു വേണ്ടി പറഞ്ഞയച്ച ആ ഉപ്പാക്കും വാപ്പാക്കും ആ മകൾ നിർവഹിക്കുന്ന എല്ലാ നന്മയുടെയും ഒരു ഓഹരി അവർക്ക് കൂടെ ഉള്ളതല്ലേ? നമുക്കൊരു മൈക്കിന്റെ മുമ്പിൽ നിന്നും സംസാരിക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല, അതിനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മുടെ മക്കൾ ഒരു നന്മ നിർവഹിക്കുമ്പോൾ അതിന്റെ ഒരു ഓഹരി എന്റെ ഖബറിലേക്ക് കിട്ടും. അതിനാ സഹോദര നമുക്ക് മക്കളെ റബ്ബ് തന്നത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സൂചിപ്പിക്കുവാനുള്ളത്, രക്ഷിതാക്കൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് ഭംഗിയായിക്കൊണ്ട് നിർവഹിക്കണം, വിശിഷ്യ ഒരു അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്നതാണ്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മക്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സ്കൂളിൽ പോകാൻ ആവശ്യമായ പഠനോപകരണങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കണം, ഫീസ് നമ്മൾ അടക്കണം, മദ്രസ വാക്കുള്ള സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെലവാക്കുമ്പോഴേ അതൊന്നൊരു നഷ്ടമല്ല എന്ന നെയ്യത്ത് നമുക്ക് ഉണ്ടാകണം. വല്ലാത്ത നീക്കിയിരിപ്പാണ് സുഹൃത്തുക്കളെ. നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി നാം ചെലവഴിക്കുന്ന ഓരോ നാണയത്തൊട്ടുകളും അത് അള്ളാന്റെ മാർഗത്തിലുള്ള സ്വതക്കയാണ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഒരു സങ്കടം എന്താണെന്നറിയോ? സ്കൂളിൽ 2000 കൊടുക്കാൻ 2500 കൊടുക്കാൻ ചില ആളുകൾക്ക് ഒരു പ്രശ്നമില്ല. മദ്രസയിൽ നിന്നും ഒരു 200, 250 ആക്കി വലിയ പ്രശ്നമാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചില ആളുകളെങ്കിലും അങ്ങനെയാണ്. അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വെക്കേഷൻ ക്യാമ്പ് വെച്ചു, അതിന് മക്കളെ ക്ഷണിക്കുമ്പോൾ ഒരു 100 രൂപ ഫീസ് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്നിടത്ത് മനസ്സിന്റെ ഉള്ളിൽ ഒരു പിശുക്കുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ബർക്കത്ത് തന്നെ സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുള്ളൂ.
നമ്മുടെ കൈകളിൽ ഉണ്ടായിട്ടും അള്ളാന്റെ ദീന് കൊടുക്കുന്നിടത്ത് പിശുക്കുന്നുണ്ടോ നമ്മൾ? അതിനുള്ള ബറക്കത്തെ നിഅമത്തെ നമുക്ക് തൗഫീഖ് നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. എന്നാൽ വളരെ വളരെ റാഹത്തായിക്കൊണ്ട് ഓർക്കുന്ന ചില ആളുകളുണ്ട്. കൂലിപ്പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്. ഒരു ദിവസം മുടങ്ങി അന്ന് ഒരു വരുമാനമില്ല. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് പോലും മക്കളെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി, ഹാഫിലാക്കാൻ വേണ്ടി, മതം ആഴത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി, നല്ല മക്കളെ പ്രീ സ്കൂളിൽ മറ്റുമൊക്കെ ചേർത്ത് കുറച്ചൊക്കെ ഫീസ് ഉണ്ടെങ്കിലും കഷ്ടപ്പെട്ട് ഓരോ ദിവസവും കുറച്ച് ക്യാഷ് അതിനുവേണ്ടി മാറ്റിവെച്ച് മക്കളുടെ വിദ്യാഭ്യാസ രംഗം ഉറപ്പുവരുത്തുന്ന മാതൃകായോഗ്യരായ മാതാപിതാക്കളുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ആ രംഗത്ത് കരുത്തരായ മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാറ്റുമാറാകട്ടെ. സഹോദരങ്ങളെ, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? അധ്യാപകരെ കുറിച്ച് സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളുടെ മനസ്സിൽ ഒരിക്കലും ഒരു മോശമായ ചിത്രം നമ്മൾ കാരണം ഉണ്ടാകാൻ പാടില്ല. അധ്യാപകരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. ഇനി അധ്യാപകന്റെ ഭാഗത്ത് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെന്ന് തന്നെ കരുതുക. അത് അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കേണ്ടതല്ലാതെ മക്കളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സംസാരം ഒരു പക്വതയുള്ള രക്ഷിതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെയാണ് നിങ്ങൾ കുരുതി കൊടുക്കുന്നത്. കാരണം അവന്റെ മനസ്സിൽ തന്റെ അധ്യാപകനെ കുറിച്ച്, ഉസ്താദിനെ കുറിച്ച് ഒരു മോശമായ ചിത്രം വന്നാൽ പിന്നൊരു ഇൽമും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദ്രോഹിക്കുന്ന തുല്യമാണ് അത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, നല്ലൊരു സമയ ക്രമീകരണം നമ്മൾ ഒരുക്കി കൊടുക്കണമെന്നാണ്. കുട്ടികൾക്ക് കുളിക്കാനും കളിക്കാനും പഠിക്കാനും ഒക്കെയുള്ള നല്ലൊരു ടൈം ടേബിൾ നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ആ രംഗത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരാണ്. ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളിലൂടെ സ്വർഗം സ്വപ്നം കാണണം. ലോകത്ത് ഇന്നറിയപ്പെടുന്ന മഹാരഥന്മാരെ ഒട്ടനേകം പണ്ഡിതന്മാർ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ഉപ്പമാർ ചെറുപ്പത്തിൽ മരണപ്പെട്ടവരാണ്. അവരെ ഈ ലോകം കണ്ട പണ്ഡിതരുടെ ശ്രേണിയിലേക്ക് കൈപ്പിടിച്ചാനയിച്ചു കൊണ്ടുവരുന്നിടത്ത് അവരുടെ ഉമ്മാരുടെ സേവനമുണ്ട്, അവരുടെ ഉമ്മമാരുടെ സേവനമുണ്ട്. അതുകൊണ്ട് രാത്രി നമുക്കെന്താ പണി? നമുക്കും ചില പണികളുണ്ട് ഉമ്മമാരെ. കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത്, അവർ അത് പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നിടത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതൊക്കെ നമ്മുടെ ടൈം ടേബിളിൽ കയറിയാൽ നടക്കുമെന്നുള്ള സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഡിജിറ്റൽ നിയന്ത്രണമാണ്. നമ്മുടെ മക്കൾ ഒരുപാട് സമയം സ്ക്രീൻ അഡിക്ഷനിലേക്കൊക്കെ പോകുന്നുണ്ട്. എല്ലാതും പരിപൂർണമായിക്കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് കഴിയുന്ന കാര്യമല്ല. കാരണം സ്കൂളത്തെ വർക്കുകളാകട്ടെ, മദ്രസയിലെ വർക്കുകളാകട്ടെ, നമ്മൾ അതിനെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു സമയം നമ്മൾ വെക്കണം. കുട്ടികൾക്ക് അറിയുമ്പോഴേക്കും അത് എടുത്തു കൊടുത്ത് താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഈ മൊബൈലുകളും മറ്റും നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ അതിലൂടെ നശിക്കുന്ന നമ്മുടെ മക്കളാണ്. ആ ബോധം നമുക്ക് ഉണ്ടാകണം. ഒരു സമയം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഇനി അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ് എങ്കിലും അതെല്ലാം മനസ്സിലാക്കുവാനും അതൊക്കെ സമയബന്ധിതമായി ക്രമീകരിക്കാൻ ആവശ്യമായ ആപ്പുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച് അതിലൊരു നിയന്ത്രണം രക്ഷിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, അന്വേഷിക്കണം നമ്മുടെ മക്കളെ കുറിച്ച്. ആരോട്? മക്കളോട് തന്നെ അന്വേഷിക്കണം. എന്നും സ്കൂൾ വിട്ടു വരുമ്പോഴും മദ്രസ വിട്ടു വരുമ്പോഴും ഒക്കെ കുട്ടികളോട് വിശേഷങ്ങൾ പങ്കുവെക്കണം. അതിനും ഒരു സമയം നമ്മൾ കാണണം. സൗഹൃദത്തോടുകൂടെ കേൾക്കണം. ആ കേൾവിയിൽ എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ മുക്തകണ്ഠം അവരെ പ്രശംസിക്കണം, നന്നായി പ്രോത്സാഹിപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ അപകടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഫാൾട്ടുകളോ കാണുന്നുണ്ടെങ്കിൽ വളരെ പക്വതയോടുകൂടെ, വളരെ ഗുണകാംക്ഷയോടുകൂടെ കുഞ്ഞുമക്കൾക്ക് അത് തിരുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. അധ്യാപകരോട് നമുക്കൊരു ബന്ധമുണ്ടാകണം. കുട്ടികളെ കുറിച്ച് ചോദിക്കണം, അവരുടെ പഠന നിലവാരത്തെ കുറിച്ച് ചോദിക്കണം. ആ പദ്ധതി അവർ എത്ര വലുതായാലും തുടരണം. ചില ആളുകൾക്കെങ്കിലും മക്കൾ ഇവിടെ പഠിക്കണ അറിയില്ല, ഏത് കോഴ്സിനാ പഠിക്കണ അറിയില്ല, ഏത് ദൂരത്തെ കൊണ്ടേ ആക്കിയുള്ളത് അറിയില്ല. അവിടെ ആ കുട്ടിക്ക് ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം അറിയില്ല, അവിടെ അവർക്ക് നിസ്കരിക്കാനുള്ള വകുപ്പുണ്ടോ അറിയില്ല, അവിടെ ഏത് ഹോസ്റ്റലിലാണ് അവരുടെ കൂടെ ആരാ ഉള്ളത് അറിയില്ല, ആണാകട്ടെ പെണ്ണാകട്ടെ ധാരണയില്ല. അവരെ കുറിച്ച് വാപ്പയാണെന്ന് പറയാൻ പറ്റുമോ? ശരിക്കും ഇസ്ലാമിക കൺസെപ്റ്റിൽ ആ മനുഷ്യനെ ഒരു ഉത്തരവാദിത്വമുള്ള വാപ്പയാണെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നമ്മളാരും അങ്ങനെയാകരുത്. നമ്മൾ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്, എന്താ പഠിക്കുന്നത്, ആരാണ് കൂട്ടുകാർ, എന്തൊക്കെയാണ് അവിടെ കാര്യങ്ങൾ? അതിനർത്ഥം ഒരു ജയിൽ കണക്ക് കൂടെ ഉണ്ടാകണമെന്നല്ല. നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള തുറന്നു പറച്ചിലുകളിൽ അതെല്ലാം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം സഹോദരങ്ങൾ നമുക്ക് ഉണ്ടാകണം. ഇതൊന്നും ശ്രദ്ധിക്കാതെ ദീനനുസരിച്ച് ദീനിന് എത്ര അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, അവൻ ആ കോഴ്സ് പൂർത്തിയാകട്ടെ, അവൻ ഇത് പഠിക്കട്ടെ എന്ന നിലക്കൊരു ഐഹിക ലോകം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ, അങ്ങനെ പോയ പല ആളുകളും ഇന്ന് കരയുന്നുണ്ട്.
വലിയ ജോലിയൊക്കെ ലക്ഷ്യം വെച്ച് നല്ല സ്കില്ലൊക്കെ ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞ് പോയതാണ്. അവിടെ പോയപ്പോ ദീനില്ലാതെയായി. അള്ളന്നല്ല എന്ന് പറഞ്ഞിടത്തേക്ക് എത്തി. നരക പൊള്ളിയായിക്കൊണ്ട് തിരിച്ചു മടങ്ങുന്ന മകനെ കണ്ട് വാവിട്ട് കരയുന്ന മുസ്ലിം ഉമ്മമാരുണ്ട്, മുസ്ലിം ഉപ്പമാരുണ്ട്. ഇതിന് വെറുതെ വാക്കല്ല സുഹൃത്തുക്കളെ. ഒന്നുമില്ലെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നില്ല. എന്റെ കുട്ടിക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ബോധം കിട്ടിയാൽ മതിയായിരുന്നു, ഇനി വല്ല കൗൺസിലിംഗ് ഉണ്ടോന്ന് ആ സമയത്ത് നെഞ്ചത്തടിഞ്ഞ് കരയുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. നമ്മൾ അതിലേക്ക് എത്താൻ പാടില്ല. അതുകൊണ്ട് രക്ഷിതാക്കളെ, നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകണം. ഇത് നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഒരു കൃത്യമായ ഒരു ഉത്തരവാദിത്തമാണെന്ന ബോധം നമുക്ക് ഉണ്ടാകണം. ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അവിടെ കയറി ചെല്ലുന്നിടത്തൊക്കെ നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ചില മൂല്യങ്ങൾ നമ്മൾ അവർക്ക് ഇട്ടുകൊടുക്കുക, അത് ഫലവത്തിലാകാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പ്രാർത്ഥനകൾ ഒരിക്കലും തള്ളപ്പെടൂല എന്നാണ്. അതിൽ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, വദഅവത്തുൽ വാലിദി ലിവലദിഹി. ഒരു മകൻക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി ഉമ്മ നടത്തുന്ന, ബാപ്പ നടത്തുന്ന പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തട്ടൂല എന്നാണ്. സഹോദരങ്ങളെ, ആശങ്കപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. പടച്ചോനെ, ഈ കാലഘട്ടത്തിൽ നിനക്കറിയാലോ റബ്ബേ, ഇന്നിന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഒരു പൊടിക്കാറ്റ് പോലും എന്റെ കുട്ടിക്ക് നീ വരുത്തരുതേ റബ്ബേ. എന്റെ കുട്ടിയെ നീ ഇടങ്ങറാക്കരുത് റബ്ബേ. റഹ്മാനായ റബ്ബേ, നിന്നെ കുറിച്ചുള്ള ബോധം എന്റെ കുട്ടിക്ക് ഉണ്ടായി കൊടുക്കണേ റബ്ബേ. അവനെ നീ ഹിദായത്തിൽ അടിയുറച്ച് നിർത്തണേ റബ്ബേ. അവനെ ആ നല്ല മാർഗത്തിൽ നിന്നും മാടി വിളിക്കുന്ന ഒരുപാട് ശൈത്താന്റെ കരങ്ങളിൽ നിന്നും എന്റെ കുട്ടിനെ നീ സംരക്ഷിക്കണേ റബ്ബേ എന്ന് ഒരു ഉമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഉപ്പ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ആ പ്രാർത്ഥന ആ കുട്ടിക്ക് ഫലം ചെയ്യാതിരിക്കില്ല എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കേവലം ഭൗതിക ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരല്ല നമ്മൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നയം വ്യക്തമാണ്. നമുക്ക് ദുനിയാവും വേണം, നമുക്ക് പരലോകം വേണം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് പറയുമ്പോൾ അതെല്ലാം വേണം. അതുകൊണ്ട് ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നല്ലൊരു ഒരുക്കം നമുക്ക് ഉണ്ടാകണം, നല്ലൊരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാകണം, നല്ല നല്ല നിയ്യത്തുകൾ നമുക്ക് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, സ്കൂൾ തുറക്കുന്ന ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് പെരുന്നാളും ഉളുഹിയത്തും കാര്യങ്ങളൊക്കെ വന്നു നിൽക്കുന്ന ഈ ഒരു സമയത്ത് സ്കൂൾ തുറക്കുക എന്ന് പറയുമ്പോൾ 1-2 കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവരുടെ ഫീസും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തിയാൽ തന്നെ അവർക്ക് വേണ്ട ഭൗതിക സൗകര്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ആ വകയൊക്കെ കണ്ടെത്തുന്നിടത്ത് നല്ല കുറെ ആളുകൾ നല്ല പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ ആരെ കണ്ടറിയാ? ഇതൊക്കെ നമ്മളൊക്കെ തന്നെ കണ്ടറിയാതെ അല്ലേ? വിശ്വാസികൾ സ്വാർത്ഥന്മാരല്ല, വിശ്വാസികൾ പിശുക്കന്മാരല്ല. വിശ്വാസികളുടെ പ്രത്യേകത എന്താ? മറ്റുള്ളവന്റെ പ്രയാസം കണ്ടറിയുന്നവനും തങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുമാണ്. അപ്പൊ നമ്മുടെ ചുറ്റും ഇങ്ങനെ ആലോചിച്ചു, കാലിലൊക്കെ ഉണ്ടോ ആ നിലക്ക് പ്രയാസപ്പെടുന്ന ആളുകൾക്ക്? വാപ്പ മരിച്ചതിന്റെ പേരിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നിലക്കാൻ പാടില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായി കൊണ്ട് കിട്ടേണ്ട ആവശ്യങ്ങൾ ഇല്ലാതിരിക്കാൻ പാടില്ല. നമ്മളൊന്നും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു കുട്ടിനെ ഏറ്റെടുക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും പാടെ കൂടി നിലക്ക് നടക്കൂലേ? അപ്പൊ അങ്ങനത്തെ ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടിൽ ആ നിലക്ക് പ്രയാസം അനുഭവിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു കൈത്താങ് കൊടുക്കുന്ന സാഹചര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹു റസൂൽ പറയാ, അല്ലാഹ് ഉണ്ടാവും നമ്മളെ കൂടെ എന്നാണ്. ബാക്കിയുള്ളവർക്കൊരു പ്രശ്നം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ അവനെ സഹായിക്കാൻ നീയുള്ളിടത്തോളം കാലം നിനക്കൊരു പ്രശ്നം വരുമ്പോ അല്ലാഹ് നിന്റെ കൂടെ ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ എത്ര വല്ലാത്തൊരു ഒരു മോഹന ഒരു വാഗ്ദാനങ്ങളല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ നിലക്ക് പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസത്തെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കൽ.